ആ ഗ്രഹണ സമയത്ത് എല്ലാ ജനങ്ങളും തീർത്ഥ നദികളിലും സ്ഥലങ്ങളിലും ഒക്കെ പോയി ഭഗവാന്റെ നാമം ജപിക്കും, എല്ലാവിധ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകാൻ വേണ്ടി. അങ്ങനെ നവദ്വീപിലുള്ള എല്ലാ ജനങ്ങളും ഒരേ സമയത്ത് ഗംഗാ തീരത്ത് പോയി ഗംഗയിൽ മുങ്ങിക്കൊണ്ട് ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരി ബോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്. പല പല അന്യമതക്കാര് മുസ്ലിങ്ങളൊക്കെ ഇത് കണ്ടു. കാരണം അവരായിരുന്നു ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഹിന്ദുക്കൾക്ക് എന്തോ ഭ്രാന്താണ്. അവരെന്താ ഈ ഹരിബോൽ ഹരിബോൽ ഹരേ കൃഷ്ണ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കൃഷ്ണ 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 എന്ന് കളിയാക്കി പോലും അവര് പോലും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവര് ഹിന്ദുക്കളെ എല്ലാം കളിയാക്കിക്കൊണ്ട് എല്ലായിടത്തും ഒന്ന് ആലോചിച്ചു എന്തായിരിക്കും ആ നിമിഷം അല്ലേ. അതായത് ഗ്രഹണ സമയം കൊണ്ട് ഏറ്റവും അശുഭം. അന്നേരം 13 മാസം ഭഗവാൻ കാത്തു നിന്നത് എന്തിനാണ്? മേലാൾ കോരിത്തരിക്കും. ഭഗവാൻ പറഞ്ഞു, ഞാൻ വരുന്നതേ എല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അതായത് ഭഗവാൻ കൈക്കുഞ്ഞായിട്ട് ഇരുന്നപ്പോഴേ പൂതനെ കൊന്നില്ലേ, അതേപോലെ ഞാൻ വന്നതേ കലിയുഗത്തിലുള്ള എല്ലാവരും ഉദ്ധരിക്കാനാണ്. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് നാമം ജപിപ്പിച്ച് ഞാൻ അവതരിക്കും. പുറത്തു വരുന്നതിന് മുമ്പേ ജപം പ്രചരണം ആരംഭിച്ചു എന്നുള്ളതായിരുന്നു. ചൈതന്യ മഹാപ്രഭു കി ജയ്. അതായത് ഭഗവാൻ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ 13 മാസം കാത്തുനിന്ന് എന്തിനാണ്? അതായത് ശചിമാതയുടെ അച്ഛനായ നീലാംബർ ചക്രവർത്തി എന്ന് പറഞ്ഞപ്പോൾ, എന്താ എൻ്റെ കുട്ടി പുറത്തു വരാത്തെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ മോൻ ശരിയായിട്ടുള്ള ഒരു തിരിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് കറക്റ്റ് ഭഗവാൻ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് പോകണം, ഭഗവാനാണ് എന്നതിൻ്റെ ആ തെളിവ് നോക്കണേ. നമുക്ക് നമ്മുടെ ജനനം നിശ്ചയിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഭീഷ്മ പിതാമഹൻ മരണത്തെ നിശ്ചയിച്ചു, ജനനത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. ജനനം കർമ്മബന്ധനങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഭഗവാന് കർമ്മമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നോക്കണേ. ഭഗവാൻ നിശ്ചയിക്കുകയാണ് എപ്പോഴാണ് പുറത്തു വരേണ്ടത്.